ഹായ് അസ്സലാമു അലൈക്കും. എന്താക്കുന്ന എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ചാനാവളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എന്താക്കുന്ന അറിയോ, ഒരു കോഴിൻ്റെ മഞ്ഞത്തണ്ണി, കാസർഗോട്ടാറ കോഴിൻ്റെ മഞ്ഞത്തണ്ണി ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനില്ലേ 1/2 കിലോ കോഴി എടുത്തിട്ടുണ്ട്. കോഴി എന്നല്ലെങ്കിൽ ചിക്കന്, കോഴി, അത് ഞങ്ങളുടെ കോഴി നെല്ലും കാസർഗോട്ടാറ്. അപ്പോൾ ഞാൻ എൻ്റെ ഭാഷയിൽ തന്നെ മുണ്ടുന്നത്, നിങ്ങൾക്കെല്ലാം ഞാൻ മുണ്ടുന്നത് ഇഷ്ടമല്ലേ? എന്നെ കൊണ്ട് ഞാൻ എൻ്റെ ഭാഷയിൽ തന്നെ മുണ്ടുന്നത്. നിങ്ങൾ എല്ലാവരും ചെലീനല്ലേ, ഞങ്ങളെ കാസർഗോട്ടാറ് ഭാഷ നല്ല പാങ്ങുണ്ട് കേൾക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാസർഗോട്ടാറ് ഭാഷ തന്നെ കേൾപ്പിക്കുന്നവാ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മണ്ണിൻ്റെ ചട്ടി തന്നെ വെച്ചിട്ടുണ്ട്. മണ്ണിൻ്റെ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കൊടുത്തിട്ട് ഇഞ്ചി വെള്ളുള്ളി എല്ലാം പേസ്റ്റെല്ലാം നല്ല പോലെ ചിള്ളിയിട്ട് കൊടുക്കണം. അതിൻ്റെ പച്ച മണമെല്ലാം മാറുന്നത് വരെ ചിള്ളിയിട്ട് കൊടുത്തിട്ടായിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ടിട്ട് കൊടുക്കണം. ഞാൻ 2 ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഉള്ളി ഞാൻ ഇട്ടിട്ട് കൊടുത്തിട്ട് നല്ല പോലെ കുറച്ച് പാടിയിട്ട് വരുന്നത് വരെ ഞാൻ മിക്സാക്കി കൊടുക്കുന്നത്, ചിള്ളി കൊടുക്കുന്നുണ്ട്. എന്നിട്ടായിട്ട് അതിലേക്ക് തോമ്പട്ട ഉണ്ടല്ലോ, തോമ്പട്ടയെന്നും ചെല്ലുന്നത് തക്കാളിയെന്നും ചെല്ലുന്നത് കാസർഗോട്ടാറ്. തക്കാളി ഇട്ട് കൊടുത്ത് പിന്നെ ഇത് കുറച്ച് നേരം 2-3 മിനിറ്റ് മൂടിയിട്ട് വെക്കുക. തക്കാളിയും ഉള്ളിയും ഇതെല്ലാം നല്ലപോലെ ബന്ധിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തക്കാളി ഉള്ളിയെല്ലാം നല്ലപോലെ ബന്ധിട്ട് വന്നിന്. ഇനി കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ വടിച്ചിട്ട് കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ വടിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക. ഇനി കൊടുത്തിട്ടായിട്ട് ഇതിലേക്ക് ഇനി വേണ്ടിയത് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ഞാൻ ഇട്ടിന്. പിന്നെ ഇതെല്ലാം ഇട്ടിട്ടായിട്ട് ഇനി നമ്മൾ അരച്ചിട്ടുണ്ടാക്കുന്നതല്ലേ, ഈ കറിക്ക് വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇന്ന് അരച്ചത് ഞങ്ങൾ അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കലേ പോവും. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചത് ഇല്ലായിട്ട് കറിക്ക് വേണ്ടിയിട്ട് തന്നെ ഞാൻ അരച്ചിട്ടെടുത്തിന്. അപ്പോൾ അതിൽ ലാസ്റ്റ് നമുക്ക് വെള്ളം കിട്ടുന്നല്ലേ അരച്ചിട്ടെടുത്തിട്ടാകുമ്പോൾ, ആ വെള്ളത്തിന് തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് കൊടുത്തിന്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൊടുത്ത്. ഇപ്പം ഞങ്ങളെ കറിക്കില്ലേ നല്ല സ്വാദ് കൂട്ടുന്നത് ഈ വറുത്തരച്ച മുളകാണ്. ഈ അരച്ചിട്ടുണ്ടാക്കുന്നില്ലേ, കല്ലിൽ അരച്ചിട്ടുണ്ടാക്കുന്ന മല്ലിയും മുളകും വറുത്തിട്ട് കല്ലിൽ അരച്ചിട്ടുണ്ടാക്കുന്നതാണ് ഈ മുളക്. ഇത് ഞങ്ങൾ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് ഞങ്ങൾ എടുക്കും എപ്പോൾ വേണ്ടിയത്. ഇപ്പോൾ ചിക്കൻ കറി വെക്കുമ്പോൾ, പിന്നെ മുട്ടയെല്ലാം കറി വെക്കുന്നില്ലേ, മുട്ടയെല്ലാം കറി വെക്കുമ്പോൾ എല്ലാം ഞങ്ങൾ എടുത്തിട്ട് കുറച്ച് എടുത്തിട്ട് വെക്കുന്ന, ഒരാഴ്ച എല്ലാം ഫ്രിഡ്ജിൽ വെക്കും ഞങ്ങൾ. പിന്നെ തീർന്നിട്ടാകുമ്പോൾ അതിലരച്ചിട്ട് വെക്കുന്നത്. അങ്ങനെ മുള്ളിൻ്റെ പൊടി യൂസാക്കൽ കുറവ് തന്നെ. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ട് മൂടിയിട്ട് വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തിളച്ചിട്ട് വന്നിട്ടായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിച്ചപ്പല ഇട്ടിട്ട് കൊടുത്തിട്ട് ഇനി മെയിൻ സാധനം നമ്മൾ ചിക്കൻ ഇട്ടിട്ട് കൊടുക്കുക. ഞാൻ 1/2 കിലോ ചിക്കൻ എടുത്തിന്. ഈ ചിക്കനെല്ലാം ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളെ കറിക്ക് മാറ്റി കൂട്ടുന്ന ഒരു സാധനമാണ് നിങ്ങളെ കറിനായിട്ട് ഞങ്ങളെ കറിക്ക് മാറ്റി കൂട്ടുന്നത് എന്തില്ലെങ്കിൽ ഈ മുകളിൽ അരച്ചിട്ട് വെക്കുന്ന കറി ഇന്നെ ഞങ്ങളെ കാസർഗോട്ടാറ് കോഴിൻ്റെ മഞ്ഞത്തണ്ണി. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ കറി വെക്കലുണ്ട എല്ലാം കമൻ്റ് ആക്കവ. ഇനി ഉപ്പെല്ലാം കറക്റ്റ് ഉണ്ടാന്ന് നോക്കണോ, കറക്റ്റ് ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ എൻ്റെ കറക്റ്റ് ഉണ്ടായിട്ടാ അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൊടുത്ത്. ഇനി ഇതെല്ലാം ഇട്ടിട്ട് ഇളക്കിയിട്ടായിട്ട് ഇനി കുറച്ച് നേരം വേളം മൂടിയിട്ട് വെക്കാം. ഇനി മൂടിയിട്ട് വെച്ചിട്ട് തുറന്നിട്ട് നോക്കുമ്പോൾ നല്ല ബന്ധിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് കൊടുക്കാം. ലാസ്റ്റ് മല്ലിച്ചപ്പ് ഇടുന്നത്, മല്ലിച്ചപ്പിൻ്റെ മണവും ഇതെല്ലാം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞാൻ കുറേ മല്ലിച്ചപ്പെല്ലാം ഇട്ടിട്ട് കൊടുക്കലുണ്ട്. നിങ്ങളെല്ലാം എങ്ങനെ മല്ലിച്ചപ്പ് ലാസ്റ്റ് ഇടുന്നതാ ഫസ്റ്റ് ഇടുന്നതാ എല്ലാം കമൻ്റ് ആക്കാവാ. ഞാൻ ലാസ്റ്റ് ഇട്ടിട്ട് കൊടുക്കുന്നത് മല്ലിച്ചപ്പ്. പിന്നെ ഒരു മണം, പ്രത്യേക ഒരു മണം തന്നെ. ഞാൻ മല്ലിച്ചപ്പെല്ലാം ഇട്ടിട്ട് കൊടുത്ത് അങ്ങനെ നമ്മളെ കോഴിൻ്റെ മഞ്ഞത്തണ്ണി റെഡി ആയിട്ടുണ്ട്. കാസർഗോഡത്തെ ഈ കോഴിൻ്റെ മഞ്ഞത്തണ്ണി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായിനാ? പിന്നെ ഞങ്ങളെ മുണ്ടുന്നതും നിങ്ങൾക്ക് ഇഷ്ടമായിനാ? നിങ്ങളല്ലേ ചെല്ലുന്നത് ഇങ്ങനെ മുണ്ടണോ, കാസർഗോഡ് ഭാഷയിൽ തന്നെ മുണ്ടണോ, മുണ്ടിയിട്ട് തന്നെ ഇടണോ? ഞങ്ങൾക്കെല്ലാം ഇഷ്ടം നിങ്ങളെ ഭാഷ കേൾക്കാൻ.
പിന്നെ എല്ലാവരും നോക്കും ഇങ്ങനെ മുണ്ടിയിട്ട് ഇട്ടെങ്കിൽ അങ്ങനെ എല്ലാം ചൊല്ലിയിട്ട് ഞങ്ങൾക്ക് കുറേ കമൻറ്റ് വരുന്നു, പിന്നെ മെസ്സേജെല്ലാം അയക്കലുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അനുസരിച്ചിട്ടില്ലേ ഞങ്ങളെ ഭാഷയിൽ തന്നെ മുണ്ടിയിട്ട് ഇട്ടിനത്. ഇപ്പം ഞങ്ങളെ കോയിൻ്റെ മഞ്ഞത്തണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിനാ? അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കാക്കാൻ മറക്കണ്ട. ആരെങ്കിലും ഇല്ല പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് തന്നെ കണ്ടേ. പിന്നെ നിങ്ങളെ ഫാമിലിക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ആക്കിറ. ബായ്, അസ്സലാമു അലൈക്കും.